ദുരന്തം വിതച്ച വയനാടിന്റെ പുനരുജ്ജീവനത്തിനായി നാടെങ്ങും കൈകോർക്കുമ്പോൾ തങ്ങൾ സ്വരുക്കൂട്ടിയ നാണയത്തുട്ടുകൾ ഒരു മടിയും കൂടാതെ ദുരിതക്കയത്തിൽ അകപ്പെട്ട ജനതയ്ക്ക് നൽകാൻ സന്മനസ് കാണിച്ചിരിക്കുകയാണ് അല്ലൂർ AES സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ. ദുരന്ത നിവാരണ ഇൻസ്പെക്ടർ കമാൻഡ് തിരൂർ തഹസിൽദാറുമായ ഷീജ സ്കൂളിലെത്തി കുട്ടികളുടെ സമ്പാദ്യക്കൊടുക്ക ഏറ്റുവാങ്ങി. നിങ്ങളുടെ കൊച്ചു സമ്പാദ്യങ്ങൾ വയനാട്ടിലെ ദുരിതബാധിതർക്കായി മാറ്റിവെക്കുക എന്ന വാക്ക് പ്രധാനാധ്യാപകനായ KP ഫഹദ് രക്ഷിതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് തങ്ങളുടെ സമ്പാദ്യക്കൊടുക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ വിദ്യാർത്ഥികൾ സന്നദ്ധത അറിയിച്ച് രംഗത്ത് വന്നത്. നമ്മൾ സമ്പാദിച്ച മുഴുവൻ പൈസയും വയനാട്ടിൽ നൽകുന്നു. നമ്മൾക്കും സന്തോഷം. പ്രധാനാധ്യാപകന്റെ സന്ദേശം കിട്ടി ഒരു ദിവസം കൊണ്ട് തന്നെ സ്കൂളിലെ പകുതിയോളം കുട്ടികളും സമ്പാദ്യക്കൊടുക്കയുമായി സ്കൂളിലെത്തി. വിവിധ ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന നാണയത്തുട്ടുകളും വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് കൈമാറി. വെള്ളിയാഴ്ച സ്കൂളിൽ നടന്ന ലളിതമായ ചടങ്ങിൽ തിരൂർ തഹസിൽദാർ ഷീജ വിദ്യാർത്ഥികളുടെ സമ്പാദ്യക്കൊടുക്ക ഏറ്റുവാങ്ങി. കുഞ്ഞു സമ്പാദ്യം ദുരിതാശ്വാസത്തിനായി നൽകിയ വിദ്യാർത്ഥികളെ തഹസിൽദാർ അനുമോദിച്ചു. AES സ്കൂളിലെ കുട്ടികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരുടെ കഴിവതാൽ ചെറിയുന്ന തുക സംഭാവന നൽകുകയാണ്. ഇതിൽ കുട്ടികൾ അവരുടെ കുടുക്കുകൾ ശേഖരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന തുകകൾ CMDRFിലേക്ക് കൈമാറുന്നത് വഴി ഈ സ്കൂളിൽ നിന്നും ഒരു വലിയ സംഭാവന മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരന്തത്തിന് താങ്ങും തണലായി മാറും എന്നും അറിയിക്കുന്നു. ഇതുവരെ നമ്മുടെ ശേഖരത്തിൽ തന്നെ നിരവധി തുകകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ കുട്ടികളിൽ നിന്നും കിട്ടുന്ന സഹായഹസ്തമാണ് ഏറ്റവും വലിയ സംഭാവന. ചെറുതും വലുതുമായ 100ഓളം സമ്പാദ്യക്കൊടുക്കകളാണ് തഹസിൽദാർ വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചത്. സ്ക്രാപ്പ് ചലഞ്ച് നടത്തി വയനാടിനായി പണം സമാഹരിച്ച വൈക്കിൾ സ്റ്റാഫിനെയും എന്റെ പങ്ക് വയനാടിന് എന്ന പേരിൽ തങ്ങളുടെ പങ്ക് ചേർത്ത് വയ്ക്കുന്ന AES ജീവനക്കാരെയും തഹസിൽദാർ അനുമോദിച്ചു. വരും ദിവസങ്ങളിലും വിദ്യാർത്ഥികളുടെ സമ്പാദ്യക്കൊടുക്ക സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് PTA പ്രസിഡന്റ് കുഞ്ഞു അറിയിച്ചു. വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നടന്നു വരുന്ന ഈ സ്കൂളിൽ കുട്ടികളുടെ സമാഹരണ രീതികളിലെ ദീർഘകാലമുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ സംഖ്യ വയനാടിൻ്റെ ഈ ദുരന്ത സംവിധാനങ്ങളിലേക്ക് ഒന്നിച്ച് തഹസിൽദാറിലേക്ക് ഇവിടുന്ന് നൽകുകയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ വൈക്കിൾ സ്റ്റാഫ് അടങ്ങുന്ന സംഘം വ്യത്യസ്തങ്ങളായ ഈ പ്രദേശങ്ങളിലെ 3-4 പഞ്ചായത്തുകളിലെ സ്ക്രാപ്പുകൾ ഒരുക്കൂട്ടി സമ്പാദിച്ചുകൊണ്ട് അത് വിറ്റ് കിട്ടുന്ന കാശും ഇതിലേക്ക് നൽകുകയാണ്. മാനേജ്മെന്റ് പ്രസിഡന്റ് TK അബ്ദുറഹിമാൻ, ജനറൽ സെക്രട്ടറി AT ജാഫർ, ജോയിന്റ് സെക്രട്ടറി തേനുക്കുട്ടി ഹാജി, AA മൊയ്തീൻ, T അബൂബക്കർ, PTA എക്സിക്യൂട്ടീവ് അംഗം മമ്മി വെട്ടൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. മലബാർ ന്യൂസ്, തിരൂർ.